അടുത്തതൊരു ഇമ്പോർട്ടൻ്റ് ഡെഫിനിഷനാണ്. ബോർഡ് മേലെ വായിക്കാനായില്ല, ഞാൻ പറഞ്ഞിട്ട് വായിച്ചാൽ മതി. ഇപ്പോൾ ഇവിടെ ശ്രദ്ധിക്കാം. അതായത് നമ്മൾ ഓൾറെഡി പ്രൂവ് ചെയ്താണ് വിന്ന് ഡബ്ല്യൂയിലേക്കുള്ള ഒരു ലീനിയർ ട്രാൻസ്മിഷനാണ് ടി എങ്കിൽ ടി ഓഫ് സീറോ ഈക്വൽ ടു എന്താണ്? സീറോ. അത് നമ്മൾ നേരത്തെ പ്രൂവ് ചെയ്താണ്. ടി ഓഫ് സീറോ ഈസ് ഓൾവേസ് സീറോ. നൈസ്. ഇനി ഇവിടെ ഒരു ചോദ്യം, ഈ സീറോൻ്റെ ഇമേജ് മാത്രമേ സീറോ വരുള്ളൂ? സീറോ അല്ലാതെ വേറെ ഏതെങ്കിലും വെക്ടറിൻ്റെ ഇമേജ് സീറോ വരാൻ പറ്റുമോ? ഇതാണ് ഇവിടുത്തെ ചോദ്യം. ഇത് ഞാൻ കുറച്ച് എക്സാമ്പിൾസിലൂടെ ഉത്തരം പറയാം. നമ്മൾ നോക്കാം. ഇവിടെ ശ്രദ്ധിക്കാം. ഇവിടെ ഞാൻ R2 നിന്ന് R2ലേക്കുള്ള 3 ലീനിയർ ട്രാൻസ്ഫോർമേഷൻസ് എഴുതിയിട്ടുണ്ട്. ഇതൊക്കെ ലീനിയർ ട്രാൻസ്ഫോർമേഷൻ എന്നുള്ളത് വളരെ ഈസി ആയിട്ട് എനിക്ക് ചെക്ക് ചെയ്യാവുന്നതാണ്. ഇനി ഇവിടെ ഈ 3 ട്രാൻസ്ഫോർമേഷനും നമുക്ക് ഈ ചോദ്യം ചോദിക്കാം, ആരുടെയൊക്കെ ഇമേജസ് ആണ് സീറോ വരുന്നത്? നിങ്ങൾ പോസ് ചെയ്തിട്ട് ഉത്തരം കണ്ടുപിടിക്കാൻ ഞാൻ ഇവിടെ എഴുതാം. അതായത് ഓരോ ട്രാൻസ്ഫോർമേഷനും എടുക്കുക, എന്നിട്ട് അതിൽ ആരൊക്കെയാണ് ഇവിടുത്തെ സീറോയിലേക്ക് മാപ്പ് ചെയ്തത്. ഇവിടുത്തെ സീറോ എന്നാൽ 0 0. ആരുടെയൊക്കെ ഇമേജാണ് ഇവിടുത്തെ 0 0 വന്നത് നിങ്ങൾ കമ്പ്യൂട്ട് ചെയ്ത് നോക്കൂ. ഞാൻ ഇവിടെ ഉത്തരം എഴുതാം. എന്താ, ഓരോ ട്രാൻസ്ഫോർമേഷൻ്റെ കേസിലും നമ്മുടെ ചോദ്യത്തിന് ഉത്തരം കണ്ടുപിടിച്ചിട്ട് ഒരു സെറ്റാക്കിയിട്ട് ചെയ്തിട്ടുണ്ട് ഇവിടെ. അതായത് T1ൻ്റെ കേസിൽ ആരുടെയൊക്കെ ഇമേജസ് ആണ് സീറോ വരുന്നത്? നിങ്ങൾക്ക് കാണാൻ പറ്റും, ഈ 0 0ൻ്റെ ഇമേജ് മാത്രമാണ് ഇവിടുത്തെ 0 0 വരുന്നത്. ഞാൻ സെറ്റാക്കി എഴുതി, ആ എലമെൻസിനെ കണ്ടുപിടിച്ചിട്ട് സെറ്റാക്കി എഴുതി അവിടെ. അപ്പോൾ നമ്മുടെ ചോദ്യം എന്തായിരുന്നു? 0ൻ്റെ ഇമേജ് മാത്രമാണോ സീറോ വരിക? അപ്പോൾ നമ്മൾ ഈ T1ൻ്റെ കേസിൽ 0ൻ്റെ ഇമേജ് മാത്രമേ സീറോ വന്നുള്ളൂ, നമ്മൾ മനസ്സിലായി. ഓക്കെ, നൈസ്. ഇനി അടുത്ത T2ൻ്റെ കേസിൽ ആരുടെയൊക്കെ ഇമേജസ് ആണ് സീറോ വരുന്നത്? നമുക്ക് ഈസി ആയിട്ട് കാണാൻ പറ്റും. R2ലെ ഈ സ്പേസിലെ ഏതൊരു വെക്ടർ എടുത്താലും അതിൻ്റെയൊക്കെ ഇമേജ് എന്താണ്? ഇവിടുത്തെ 0 ആണ്, അതായത് 0 0 ആണ്. അപ്പം ഇവിടെ ആരുടെയൊക്കെ ഇമേജസ് ആണ് സീറോ വരിക എന്നുള്ള ചോദ്യത്തിന് ഉത്തരം വന്നത് എന്താണ്? ഈ സ്പേസിലുള്ള എല്ലാവരും, R2ലെ എല്ലാവരുടെയും ഇമേജസ് എന്താണ്? 0 ആണ് വരുന്നത്. അപ്പം ഈ ചോദ്യത്തിന് നല്ല ഉത്തരമാണ്. 0ൻ്റെ ഇമേജ് മാത്രമാണോ സീറോ വരിക എന്ന് ചോദിച്ചപ്പം അങ്ങനെയൊന്നുമല്ല, ഇവിടെ സ്പേസിലുള്ള എല്ലാവരുടെയും ഇമേജ് എന്തായിപ്പോയി? 0 ആയിപ്പോയി. അങ്ങനെ വരാം. ഇനി തേർഡ് കേസ്, ഇതിൻ്റെ രണ്ടിന് നടുക്കാണ്, ഇടയിലാണ്. അത് ഇവിടെ ഇപ്പോൾ 0ൻ്റെ ഇമേജ് മാത്രമാണ് 0 വന്നത്. ഇവിടെ ഫുൾ സെറ്റിൻ്റെ R2ൻ്റെ ഫുൾ സ്പേസിൻ്റെ ഇമേജ് എന്തായിപ്പോയി? 0 ആയിപ്പോയി. അതിൻ്റെ ഈ T3ൻ്റെ കേസിൽ ആരുടെ ഇമേജസ് ആണ് 0 വന്നത്? Y ആക്സിസിലുള്ള പോയിൻറ്റ്സിൻ്റെ ഇമേജസ് ആണ് 0 വന്നത്. അപ്പോൾ അതിൻ്റെ രണ്ടിൻ്റെയും നടുക്കുള്ളൊരു ഉത്തരവും വന്നു. അപ്പോൾ ഈ ചോദ്യത്തിന് നമ്മൾ നല്ല രീതിയിൽ ഉത്തരം പറഞ്ഞു അല്ലേ? ചിലപ്പോൾ 0ൻ്റെ ഇമേജ് മാത്രം 0 വരാം, ചിലപ്പം ഫുൾ സ്പേസിൻ്റെ ഇമേജ് 0 വരാം, ചിലപ്പോൾ അതിൻ്റെ ഇടയ്ക്കുള്ള ഏതെങ്കിലും ഒരു സബ്സെറ്റിൻ്റെ ഇമേജ് 0 വരാം എന്നൊക്കെ ഞാൻ പറഞ്ഞു. ഓക്കെ, നൈസ്. ഇനി ഞാൻ ഇവിടെ തുടരാം. അതിന് മുമ്പേ നിങ്ങൾ പോസ് ചെയ്തിട്ട് ഇതൊന്ന് വായിച്ചു നോക്കുക. ഈ ഡെഫിനിഷൻ ഒന്ന് വായിച്ച് മനസ്സിലാക്കുക. ഓക്കെ, വായിച്ചല്ലോ. ഇനി ഞാൻ ചോദിക്കട്ടെ, അത് മനസ്സിലായെങ്കിൽ വാട്ട് ഈസ് കേണൽ T1? അതായത് കേണൽ ഓഫ് ടി എന്ന് പറഞ്ഞാൽ എന്താ? വി ഡബ്ല്യൂയിലേക്കുള്ള ഒരു ട്രാൻസ്ഫോർമേഷനാണ് ടി. ദെൻ കേണൽ ഓഫ് ടി എന്ന് പറഞ്ഞാൽ എന്താ? ഇവിടുത്തെ ആരുടെയൊക്കെ ഇമേജസ് ആണോ 0 വന്നത് അവരുടെ കറക്ഷൻ അല്ലേ? സെറ്റ് ഓഫ് ഓൾ വി ബിലോങ്സ് ടു വി സച്ച് ദാറ്റ് ടി ഓഫ് ഈക്വൽ ടു 0. ഞാൻ വായിച്ചിട്ട് എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ, ഈസിയായിട്ട് മനസ്സിലാവും. അപ്പോൾ അങ്ങനെയാണെങ്കിൽ കേണൽ ഓഫ് T1 എന്താണ്? T1ൻ്റെ കേസിൽ ഈ സെറ്റിലുള്ളവരുടെ ഇമേജ് മാത്രമാണ്, ഈ സെറ്റിലുള്ളവരുടെ ഇമേജാണ് 0 ആയത് അല്ലേ? അതിൻ്റെ ആൻസർ ഒരു സെറ്റാക്കിയിട്ട് എഴുതണം. കേണൽ ടി ഇസ് എ സെറ്റ് കേട്ടോ. ഇറ്റ് ഇസ് എ സബ്സെറ്റ് ഓഫ് ബി എന്ന് കാണാൻ പറ്റും. നൈസ്. ഇനി ഇവിടെ കേണൽ ഓഫ് T2 R2 ആണ്, കേണൽ ഓഫ് T3 Y ആക്സിസ് ആണ്. ഓക്കെ, നിങ്ങൾ എഴുതുക. അപ്പം കേണൽ ഓഫ് ടി എന്ന് പറഞ്ഞാൽ എന്താ മനസ്സിലായല്ലോ? ഓക്കെ, നൈസ്. ഇനി നമ്മൾ ഈ വീഡിയോയിൽ പ്രൂവ് ചെയ്യാൻ പോകുന്നത്, ഇവിടെ നോക്കുക, ഇവിടെയൊക്കെ കേണലായിട്ട് വന്നത് ഇവിടെ ഇപ്പോൾ അതാ ഒറിജിനാണ്. ഇറ്റ് ഇസ് എ സബ്സ്പേസ് ഓഫ് R2. ഇവിടെ R2 ആണ്, ഇറ്റ് ഇസ് എ സബ്സ്പേസ് ഓഫ് R2. ഇവിടെ Y ആക്സിസ് ആണ്, ഇറ്റ്സ് എ സബ്സ്പേസ് ഓഫ് R2. അപ്പോൾ ഇൻ ജനറൽ നമ്മൾ പ്രൂവ് ചെയ്യാൻ പോകുന്നത് വിന്ന് ഡബ്ല്യൂയിലേക്കുള്ള ഒരു ട്രാൻസ്ഫോർമേഷൻ്റെ കേണൽ വിൽ ബി ഓൾവേസ് എ സബ്സ്പേസ് ഓഫ് വി. അത് വിൻ്റെ ഒരു സബ്സെറ്റ് മാത്രമല്ല, ഇറ്റ്സ് എ സബ്സ്പേസ് ഓഫ് വി നമ്മൾ പ്രൂവ് ചെയ്യും. എന്നിട്ട് അതിന് നമ്മൾ കൂടുതൽ ഉപയോഗിക്കുന്ന പേര് കേണൽ ടി എന്നായിരിക്കില്ല. അത് സബ്സ്പേസ് ആണെന്നൊക്കെ പ്രൂവ് ചെയ്തതിന് ശേഷം നമ്മൾ അതിൻ്റെ പേര് മാറ്റും. നമ്മൾ ഈ ഇതിനെ വിളിക്കുക നൾ സ്പേസ് ഓഫ് ടി എന്ന് വിളിക്കുക. ഞാൻ അതിനെക്കുറിച്ച് പിന്നീട് പറയാം. ആദ്യത്തെ സബ്സ്പേസ് ആണ് പ്രൂവ് ചെയ്യട്ടെ കേട്ടോ. കേണൽ ഓഫ് ടി ഈസ് എ സബ്സ്പേസ് ഓഫ് വി നമുക്ക് പ്രൂവ് ചെയ്യാം. ഇത് പ്രൂവ് ചെയ്യാൻ വളരെ എളുപ്പമല്ലേ? കേണൽ ഓഫ് ടി എന്തായാലും വിൻ്റെ സബ്സെറ്റാണ്, നമുക്കറിയാം. ഇത് സബ്സ്പേസ് ആണ് പ്രൂവ് ചെയ്യാൻ എന്തൊക്കെ ചെയ്താൽ മതി? ഇതിൻ്റെ അകത്ത് 0 ഉണ്ടെന്ന് പറയണം. ആൻഡ് ദി സബ്സെറ്റ് ഈസ് ക്ലോസ്ഡ് അണ്ടർ അഡീഷൻ ആൻഡ് ദി സബ്സെറ്റ് ഈസ് ക്ലോസ്ഡ് അണ്ടർ സ്കാലാർ മൾട്ടിപ്ലിക്കേഷൻ. ഈ 3 കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ സബ്സ്പേസ് ആയിക്കോളല്ലോ. അതിൽ പിന്നെ തർക്കമൊന്നുമില്ല, നമുക്ക് ഓൾറെഡി നമുക്കറിയുന്നതാണ്. അപ്പോൾ നിങ്ങൾ സ്വന്തമായിട്ട് ട്രൈ ചെയ്തോളൂ. ഞാൻ ഇതിൻ്റെ പ്രൂഫ് ഇവിടെ ജസ്റ്റ് അങ്ങ് എഴുതാം. ആ 3 കണ്ടീഷൻ ഇവിടെ അങ്ങ് എഴുതും ഞാൻ, അത്രയേ ഉള്ളൂ കേട്ടോ. ഇവിടെ സബ്സ്പേസ് ആണ് ചെക്ക് ചെയ്യാനുള്ള 3 കണ്ടീഷൻ ഇവിടെ കൊള്ളൂല, അതുകൊണ്ട് ഞാൻ 2 എഴുതിയുള്ളൂ. മൂന്നാമത്തെ നിങ്ങൾക്ക് സ്വന്തം ചെയ്യാൻ പറ്റുകയാണ്. അപ്പോൾ ഇവിടെ ആദ്യത്തെ കണ്ടീഷൻ, ഈ കേണൽ ഓഫ് ടിയിൽ 0 ഉണ്ടെന്ന് പറയണം അല്ലേ? കേണൽ ഓഫ് ടിയിൽ ഒരു എലമെൻറ്റ് ഉണ്ടെന്ന് പറയാൻ നമ്മൾ എന്താ കാണിക്കേണ്ടത്? കേണൽ ഓഫ് ടിയിലുള്ള എലമെൻസിൻ്റെ പ്രത്യേകത എന്താണ്? അതിൻ്റെ ഇമേജ് 0 ആയിരിക്കും അല്ലേ? വി ഇല്ലാത്തിട്ട് പറയണമെങ്കിൽ ടി ഓഫ് വി ഈക്വൽ 0 എന്ന് പറയണം. അപ്പോൾ നമുക്ക് ഇവിടെ എന്താ കാണിക്കേണ്ടത്? 0 കേണൽ ഓഫ് ടി ഉണ്ടെന്നാണ് പറയേണ്ടത്. അപ്പോൾ നമ്മൾ എന്ത് പ്രൂവ് ചെയ്യേണ്ടി വരും? ടി ഓഫ് 0 ഈക്വൽ 0 എന്ന് പ്രൂവ് ചെയ്യേണ്ടി വരും. അത് ഓൾറെഡി നമുക്കറിയുന്നതല്ലേ, എല്ലാ ട്രാൻസ്മിഷൻ്റെ കേസിലും ടി ഓഫ് 0 ഈക്വൽ 0 ആണ്. അതുകൊണ്ട് തന്നെ 0 ഈസ് എൻ എലമെൻറ്റ് ഓഫ് കേണൽ ഓഫ് ടി. നൈസ്.
ഇനി അടുത്ത നമുക്ക് എന്താ കാണിക്കേണ്ടത്? കേണൽ ഓഫ് ടി ഈസ് ക്ലോസർ അണ്ടർ അഡീഷൻ കാണിക്കണം. അപ്പം കേണൽ ഓഫ് ടീൻ്റെ അകത്ത് നിന്ന് രണ്ട് വെക്ടേഴ്സ് യു വി എടുത്തു, എന്നിട്ട് അതിൻ്റെ സം, അതായത് യു പ്ലസ് വിയും കേണൽ ഓഫ് ടിയിൽ നിന്ന് കാണിക്കണം. യു പ്ലസ് വി കേണൽ ഓഫ് ടിയിൽ നിന്ന് കാണിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? അതിൻ്റെ ഇമേജും 0 എന്ന് കാണിക്കണം. ടി ഓഫ് യു പ്ലസ് വി ഈക്വൽ 0 എന്ന് കാണിക്കണം. അത് ഞാൻ ഇവിടെ എഴുതിയിട്ടുണ്ട് അല്ലേ. യുവും വിയും കേണൽ ഓഫ് ടിയിൽ ഉണ്ടെങ്കിൽ ടി ഓഫ് യു എന്തായാലും 0 ആയിരിക്കും. കാരണം കേണൽ ഓഫ് ടിയിലുള്ള പ്രത്യേകത എന്താണ്? അതിൻ്റെ ഇമേജ് 0 ആയിരിക്കും. അപ്പം യുവും വിയും ഇതിൻ്റെ അകത്ത് ഉണ്ടെന്നാണ് അതിൻ്റെ അകത്ത് എന്താ? ഈ രണ്ട് ഇമേജസ് 0 എന്നുള്ളതാണ്. ഇനി ഇവിടുത്തെ ടി ഓഫ് യു പ്ലസ് സി, ടി ലീനിയർ ആയതുകൊണ്ട് എനിക്ക് ഇങ്ങനെ എഴുതാൻ പറ്റും. ഇനി ടി ഓഫ് യു ഒക്കെ 0 ആയതുകൊണ്ട് എനിക്ക് ഇങ്ങനെ എഴുതാൻ പറ്റും. സോ ടി ഓഫ് യു പ്ലസ് വി ഈക്വൽ ടു 0, അങ്ങനെ പോകാം. ഇനി അടുത്തതായിട്ട് ഈ ദിസ് കേണൽ ഓഫ് ടി ഈസ് ക്ലോസർ അണ്ടർ സ്കാലാർ മൾട്ടിപ്ലിക്കേഷൻ, അങ്ങനെ സ്വന്തം ചെയ്യുക. അപ്പം നമ്മൾ എന്ത് പ്രൂവ് ചെയ്തു? കേണൽ ഓഫ് ടി ഈസ് എ സബ് സ്പേസ് ഓഫ് വി പ്രൂവ് ചെയ്തു. ഇനി ഞാൻ ഇതിൻ്റെ ആ പുതിയ പേര് പറയട്ടെ, ഞാൻ ഇവിടെ എഴുതാം. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നോട്ടിൽ ഉണ്ടാവും കേട്ടോ. കേണൽ ഓഫ് ടി ഈസ് എ സബ് സ്പേസ് ഓഫ് വി. ഇനി ഞാൻ മാച്ചിട്ട് ഇവിടെ പുതിയ പേര് എഴുതാം. കേണൽ ഓഫ് ടി ഈസ് ഓൾസോ കോൾഡ് നൾ സ്പേസ് ഓഫ് ടി. പലപ്പോഴും നമ്മൾ ഈ വാക്കാണ് ഉപയോഗിക്കട്ടോ, നൾ സ്പേസ് ഓഫ് ടി. മാത്രമല്ല അതിനെ നമ്മൾ ഡിനോട്ട് ചെയ്യുക ഇങ്ങനെയല്ല, പലപ്പോഴും നമ്മൾ കൂടുതൽ ഡിനോട്ട് ചെയ്യുക ഇതിന് പകരം നൾ ടി. ഇത് അവിടെ അങ്ങ് ചെയ്താലോ, നൾ ടി. അപ്പോൾ കേണൽ ടിക്ക് പകരം നമ്മൾ ഇങ്ങനെ എഴുതാം, നൾ ടി. ചില ബുക്കിലൊക്കെ ഇത് അങ്ങനെയും കാണാമെങ്കിൽ എൻ ഓഫ് ടി. അപ്പോൾ ഈ പുതിയ നൾ സ്പേസ് ഓഫ് ടി അതാണ് നമ്മൾ കൂടുതൽ ഉപയോഗിക്കുക. സിമ്പിൾ ചിലപ്പോൾ കൂടുതൽ ഉപയോഗിക്കുക. ഓക്കെ, ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ഇനി എനിക്ക് തോന്നുന്നു അടുത്ത വീഡിയോയിൽ വരാം. അടുത്ത വീഡിയോയിൽ ഇതിന് കുറച്ച് എക്സാമ്പിൾസ് കൂടെ തന്നിട്ട് ഇതിൻ്റെ വേറെ റിസൾട്ടൊക്കെ പറഞ്ഞിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ വരാം.